നമസ്കാരം. ദാരികവധത്തിനായി ശ്രീപരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും അവതരിച്ച മൂർത്തിയായാണ് ഭദ്രകാളിയെ പുരാണങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ പ്രശസ്തിയുള്ള കൊല്ലങ്കോട്ടിനടുത്തുള്ള ഒരു ദേവീക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ പ്രകൃതിരമണീയമായ കൊല്ലങ്കോട് നെമ്മാറ പാതയിൽ പെരിങ്ങോട്ടുകാവ് ബസ് സ്റ്റോപ്പിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിൽ കിഴക്കുമുറി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ആദിപരാശക്തിയുടെ അംശമായ ഭദ്രകാളിയാണ്. ദേവി പെരിങ്ങോട്ടുകാവ് ഭഗവതി എന്ന നാമത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. മുമ്പ് കാലത്ത് മലബാർ ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് തന്റെ ഇഷ്ടദേവതയായ ഭദ്രകാളിയുടെ ദർശനം കിട്ടാൻ തീവ്രതപം അനുഷ്ഠിച്ചിരുന്നു. ദർശനത്തിനായി തന്റെ കാൽത്തളയുടെ സ്വരത്തിനൊപ്പം പിന്തുടരാനും ഒരക്ഷരം ഉരിയാടിയാൽ താൻ അവിടെ കുടികൊള്ളുമെന്നും അശരീരി കേട്ട രാജാവ് ഒന്നും ഉരിയാടാതെ ദേവിയെ പിന്തുടർന്നു വന്നു. ദേവി അദ്ദേഹത്തിന് പല കാലങ്ങളിലായി തന്റെ ഭാഗികമായ രൂപം ദർശനം കൊടുത്തു. പക്ഷേ തൃപ്തിയാവാതെ രാജാവ് ദേവിയുടെ മുഴുവൻ രൂപവും ദർശിക്കുന്നതിനായി ദേവിയെ പിന്തുടർന്നു. തെന്മലയുടെ താഴ്വരയിൽ പെരിങ്ങോട്ടുകാവ് എന്ന ഈ പ്രദേശത്ത് വെച്ചാണ് ദേവി അദ്ദേഹത്തിന് പൂർണ്ണ ദർശനം നൽകിയത്. പിന്നീട് ദേവി ഇവിടെ കുടികൊള്ളുകയും രാജാവ് മോക്ഷമടയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് വിനായക പ്രതിഷ്ഠയാണ്. വലതുവശത്തായി വഴിപാട് കൗണ്ടറുകൾ അടങ്ങുന്ന ക്ഷേത്ര ഓഫീസ്. ക്ഷേത്രമുറ്റത്ത് ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളിലായിരുന്നു ക്ഷേത്രം. ഇടതുവശത്ത് വലിയ ആൽമരത്തിന് കീഴിലെ ഭൈരവ പ്രതിഷ്ഠയ്ക്കാണ് ഭക്തർ ശത്രുദോഷം മാറാനുള്ള തടയിടൽ, തടമുറുക്കൽ എന്നിങ്ങനെയുള്ള പൂജകൾ നടത്തുന്നത്. പ്രധാന വാതിൽ വഴി അകത്ത് പ്രവേശിച്ചാൽ കൊടിമരം, ബലിപീഠം. പുറത്തും അകത്തുമുള്ള പ്രകാരങ്ങളിൽ ഓരോ കിണറുകളും ക്ഷേത്ര മുൻവശത്ത് ക്ഷേത്രക്കുളവുമാണ്. കേരളീയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. പുറത്തെ പ്രകാരത്തിൽ നാഗദൈവങ്ങളും ബ്രഹ്മരക്ഷസ് പ്രതിഷ്ഠകളുമാണ്. അകത്തെ പ്രകാരത്തിൽ ഇടതുവശത്ത് മടപ്പള്ളിയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അയ്യപ്പസ്വാമി സന്നിധിയുമാണ്. മാസാമാസം ഉത്തരനക്ഷത്രത്തിൽ അയ്യപ്പസ്വാമിക്കും ആയില്യം നക്ഷത്രത്തിൽ നാഗദൈവങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജകൾ നടക്കുന്നു. കരുവറ, അതായത് ഗർഭഗൃഹത്തിന് മുൻവശത്തായി ഭക്തർക്ക് നെൽപ്പറ, അരിപ്പറ, മലർപ്പറ, മഞ്ഞൾപ്പറ, നാളികേരപ്പറ എന്നിങ്ങനെയുള്ള വഴിപാടുകൾ സമർപ്പിക്കാനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തർ എത്തുന്നതിനാൽ തമിഴിലും മലയാളത്തിലും വിവരങ്ങൾക്ക് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. നിലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിവാര ദേവതകളിൽ ശിവലിംഗവും നവഗ്രഹങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രധാന കരുവറയ്ക്ക് ചുറ്റിലും പുരാണ കഥകളുടെ ശില്പങ്ങളുണ്ട്. ഗർഭഗൃഹത്തിനുള്ളിൽ ഉയരത്തിൽ ദേവി ഇടതുകാൽ മടക്കി വെച്ച് വലതുകാൽ പീഠത്തിൽ അമർത്തി വെച്ച് വലത് മേൽക്കരത്തിൽ തൃശൂലത്തോടെയും വലത് കീഴ്ക്കരത്തിൽ പള്ളിവാളോടെയും ഇടത് മേൽക്കരത്തിൽ ചോരയിറ്റ് വീഴുന്ന അസുരന്റെ ശിരസും ഇടത് കീഴ്ക്കരത്തിൽ രക്തം ഇറ്റു വീഴുന്ന പാത്രവുമായി ത്രിനേത്രങ്ങളോടെ വടക്ക് ദർശനമായി ഇരിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ദേവിയുടെ വദനത്തിന് സ്വർണ്ണ കവചം ചാർത്തിയിരിക്കുന്നു. കരുവറയ്ക്കുള്ളിൽ വലതുവശത്ത് വിനായകർ പ്രതിഷ്ഠയുണ്ട്. ദീപം തെളിയിച്ചാലോ സന്നിധിക്കടുത്തു നിന്ന് നോക്കിയാലോ മാത്രമാണ് ഭക്തർക്കത് കാണാനാവുക. 2002 വരെ 2 അടി ഉയരത്തിലുള്ള കരിങ്കൽ ശിലയായിരുന്നത്രേ ദേവിയുടേത്. പിന്നീട് 4 അടി ഉയരത്തിലുള്ള ദാരുവിഗ്രഹം പ്രതിഷ്ഠ ചെയ്തെന്നാണ് പറയുന്നത്. ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ പെരിങ്ങോടി അമ്മേ എന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തിയുള്ള ഭഗവതിയാണിത്. ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ക്ഷേത്രം തൊട്ടടുത്തു തന്നെയുണ്ട്. അങ്ങോട്ട് പോകാനുള്ള വഴിയും ക്ഷേത്രമുറ്റത്ത് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രകാരം മാത്രമുള്ള ചെറിയൊരു ക്ഷേത്രമാണിത്. അവിടെയും വഴിപാടുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്താണ് ക്ഷേത്രം നവീകരിച്ചത്. മൂലസ്ഥാനത്തിൽ ദേവി ശാന്തസ്വരൂപിണിയായി യോഗനിദ്രയിലിരിക്കുന്ന രൂപത്തിലാണ്. പ്രധാന ക്ഷേത്രത്തിലെ നടയടയ്ക്കുന്നതിന് പിന്നാലെ ഇവിടെയും നടയടയ്ക്കുന്നു. ഈ 2 ക്ഷേത്രത്തിനും ഇടയിലായി ഒരു പാറപ്പുറത്തുള്ള പ്രതിഷ്ഠയിലാണ് അടിമക്കാരായ ഭക്തർ കോഴിയെ ബലിയർപ്പിക്കുന്നത്. അവർക്ക് ആഹാരം പാകം ചെയ്യാനും ഭക്ഷിക്കാനുമായി അതിനടുത്തു തന്നെ ഒരു കെട്ടിടവും ക്ഷേത്രത്തിൻ്റെതായി ഉണ്ട്. പ്രതിഷ്ഠയ്ക്കരികിലായി എല്ലാ കാലത്തും പൂക്കുന്ന ഒരു കണിക്കൊന്നയും ഭക്തർക്ക് ദർശിക്കാം. ക്ഷേത്രത്തിൽ നടയടച്ചതിനു ശേഷമാണ് അടിമക്കാരുടെ വഴിപാടുകൾ നടത്തുന്നത്. ഈ ക്ഷേത്രത്തിന് കുറച്ചടുത്തായി പ്രധാന ക്ഷേത്രത്തിൻ്റെതായ ശിവക്ഷേത്രവുമുണ്ട്. തലമുറകളായി പെരിങ്ങോട്ടുകാവ് ഞങ്ങളുടെ അടിമക്കാവായതിനാൽ ഈ ക്ഷേത്രം എത്ര പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട് എന്നതിന് കൃത്യമായ കണക്കുകളില്ല. ഈ ക്ഷേത്രത്തിൽ പൊന്നമ്മയുടെ അടിമ എന്ന രീതിയിലാണ് ഞങ്ങളുടെ കുടുംബക്കാർ വന്ന് ബലിയർപ്പിക്കുന്നത്. 3 തലമുറ മുമ്പുള്ളവരാരും തന്നെ പൊന്നമ്മയെ കണ്ടിട്ടില്ല. അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പേ സ്വർണം സംബന്ധമായ ഒരു കള്ളപ്രചരണം പൊന്നമ്മയ്ക്ക് മേൽ വന്നുപെട്ടുവെന്നും പൊന്നമ്മയും സഹോദരന്മാരും അലമുറയിട്ട് ദേവിയുടെ അടുത്തു വന്നെന്നും പിന്നീട് ഇതിന്റെ സത്യാവസ്ഥ തെളിഞ്ഞെന്നും ആലത്തൂരിൽ പിണ്ടിയാട് എന്ന സ്ഥലത്തു നിന്നും ഈ ക്ഷേത്രം വരെ ആട് വെട്ടി ആ ചോര ഒഴുക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നെന്നും ചോര നിൽക്കുന്നിടത്ത് നിന്ന് അടുത്ത ആടുകൾ വെട്ടി സത്യാവസ്ഥ തെളിയിച്ചതിന് പ്രതിഫലമായി അവർ ദേവിക്ക് വഴിപാട് നടത്തിയെന്നുമാണ് കാലാകാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നത്. പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം രാജകുടുംബത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തായി ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രവും കാച്ചാംകുറിച്ചി മഹാവിഷ്ണു ക്ഷേത്രവുമുണ്ട്.
ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലും മലയാള മാസം 1-ാം തീയതിയും ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടും. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഗണപതി ഹോമം, ത്രികാല പൂജ, കഠിന പായസം, ഭഗവതി സേവ, അന്നദാനം, നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, കതിനവെടി, ഗുരുതി പൂജ, തുലാഭാരം. ക്ഷേത്രവൃക്ഷം അരയാൽ. ക്ഷേത്രതീർത്ഥം ഗുരുതി തീർത്ഥം. കേരളീയ താന്ത്രിക വിധിപ്രകാരമുള്ള 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ജനുവരി മാസത്തിലാണ് ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവം നടക്കുന്നത്. പൂജാ സമയം രാവിലെ 5:30 മണി മുതൽ 9:30 മണി വരെ, വൈകുന്നേരം 5:30 മണി മുതൽ 7:30 മണി വരെ. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 5:30 മണി മുതൽ 11:30 മണി വരെ. വൈകുന്നേരത്തെ സമയങ്ങളിൽ മാറ്റമില്ല. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പൊള്ളാച്ചിയിൽ നിന്ന് 41 കിലോമീറ്റർ, പാലക്കാട് നിന്ന് 30 കിലോമീറ്റർ, നെന്മാറയിൽ നിന്ന് 7 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊല്ലങ്കോട്, പൊള്ളാച്ചി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.